തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാലൊരു വികാരമാണ്. വളരെയധികം സത്യമാണ്. ഓരോ വർഷത്തെ ഉത്സവവും പൊങ്കാലയും കഴിയുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി ഒരു ദിവസം കൂടി മാത്രം ബാക്കി. വ്രതത്തോടുകൂടി ഇത്രയും ദിവസം ഞാൻ ഇത്തവണ 7 ദിവസം വ്രതം എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ 5 ദിവസം എടുക്കാറുണ്ട്, അല്ലെങ്കിൽ 3 ദിവസം എടുക്കാറുണ്ട്. പക്ഷേ ഇത്തവണ 7 ദിവസം വ്രതം എടുത്തിട്ടാണ് പൊങ്കാല ഇടുന്നത്. എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് മുൻപായിട്ട് വന്ന് ദേവിയുടെ അനുഗ്രഹം വാങ്ങാറുണ്ട്. ദേവിയുടെ തിരുസന്നിധിയിലെത്തി പ്രാർത്ഥിക്കാറുണ്ട്. അത് ഏറ്റവും വലിയ സന്തോഷമാണ്. ഇത്തവണ അത് വളരെ സന്തോഷപൂർവ്വം, വളരെ സമാധാനപരമായിട്ട്, ഭയങ്കര സന്തോഷത്തോടെ ഒത്തിരി നേരം ഈ സന്നിധിയിൽ ചിലവഴിക്കാനും നല്ല ഭംഗിയായിട്ട് തൊഴാനും സാധിച്ചു. ഓരോ വർഷവും പൊങ്കാല അർപ്പിക്കുമ്പോഴത്തേക്കും ഓരോരോ മനസ്സിൽ എല്ലാം ഭംഗിയായി വരണേ, ഇനിയും ദീർഘായുസിന് വേണ്ടിയിട്ടും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാറുണ്ട്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പൊങ്കാല എന്ന് പറയുമ്പോൾ തീർത്തും ഒരു വികാരമാണ് കേട്ടോ. അത് ശരിക്കും അനുഭവിച്ചറിയുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക അനുഭവമുണ്ട്, പ്രത്യേക ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഇത്തവണ ഈ തിരുനടയിൽ വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരോടൊപ്പമാണ് വന്നത്. ഒരുപാട് എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടു. ഒരുപാട് മനുഷ്യർ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. ഒരുപാട് വ്യക്തികൾ വിശേഷങ്ങൾ പങ്കുവച്ചു. ഒത്തിരി സന്തോഷമാണ് ശരിക്കും നമ്മുടെ ഓടുള്ള മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വന്നതിൽ. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നത് മിത്താണോ എന്താണെന്നറിയില്ല, എങ്കിലും എനിക്ക് ഞാനായി ജനിക്കണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം.